എല്ലാവർക്കും സിനിമാ മേനിയക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളുടെ ഈ ഭൂമി നശിക്കാൻ കാരണമായ ഒരു മാരക ടെക്നോളജി. ആ ഒരു ടെക്നോളജി മൂലം ഈ നാട്ടിലോട്ട് വന്നത് മാരക വൈറസാണ്. ഈ വൈറസ് കാരണം ഭക്ഷണമില്ല, അതുപോലെ തന്നെ ചെടികളൊക്കെ നശിച്ചുപോയി, മൃഗങ്ങളില്ല, ഒരു കാക്കയെ പോലും ഇവിടെ കാണാൻ പറ്റില്ല. അത്രയും നശിച്ചു കിടക്കുന്ന ഒരു ലോകത്ത് ഒരു കുട്ടി ഒറ്റയ്ക്കാവുന്നു, അതും അവളുടെ അച്ഛൻ്റെ ഒപ്പം. ഇവളുടെ അച്ഛനാണെങ്കിൽ പാരലൈസ്ഡാ. ഈ അച്ഛന് നടക്കാനോ സംസാരിക്കാനോ അനങ്ങാനോ കഴിയില്ല. ഈ അച്ഛനെയും കൊണ്ട് ഇവൾ ഈ ഭൂമിയിൽ എങ്ങനെ സർവൈവ് ചെയ്യും? ഇതാണ് ഈ ഒരു എൻ്റെയർ സിനിമ. ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, ബാക്കി നിങ്ങൾ കണ്ടറിയുന്നതാണ് അതിൻ്റെ ഒരു ഭംഗി. പക്ഷെ സിനിമയിലേക്ക് കടക്കുന്നതിന് മുമ്പ് വേറൊരു കാര്യം പറയാനുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അതിലാണെങ്കിൽ 2 രാജ്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് ആ ഒരു സിനിമയിൽ 2 രാജ്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതുമാത്രമല്ല, ആ ഒരു സിനിമ യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയിട്ട് എടുത്തിട്ടുള്ള ഒരു ചിത്രം കൂടിയാണ്. നിങ്ങൾക്കത് ഗൂഗിളിലൊക്കെ റിസർച്ച് ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു സിനിമ കണ്ടതിന് ശേഷം കുറച്ച് ആൾക്കാർ കുറച്ച് വേണ്ടാത്ത കമൻറ്റുകളൊക്കെ വന്നിടുന്നുണ്ട്. തീവ്രവാദികൾ, മറ്റത് മറിച്ചത്, ചാനലൊക്കെ അൺസബ്സ്ക്രൈബ് ചെയ്യാൻ സമയമായി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻറ്റ് വരുന്നുണ്ട്. ഞാനാണെങ്കിൽ 2 രാജ്യത്തിനെ കുറിച്ചും സപ്പോർട്ട് ചെയ്തിട്ടൊന്നല്ല സംസാരിക്കുന്നത്. 2 രാജ്യത്തിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. എന്താണോ സിനിമയിൽ പറയുന്നത് അതാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. ഇതാണെങ്കിൽ 1900 എങ്ങാണ്ട് നടന്നൊരു കാര്യമാണ്. അത് ആ സിനിമയിൽ കാണിക്കുന്നു, അത് ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. സോ സിനിമയാണ് ആ ഒരു സെൻസിലെടുക്കുക. അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറഞ്ഞ് വലിച്ചു നീട്ടുന്നില്ല, നേരെ നമുക്ക് സിനിമയിലേക്ക് കടക്കാം. ഫ്യൂച്ചറിലാണ് കഥ നടക്കുന്നത്. എക്കോളജിക്കൽ ക്രൈസിസ് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി ഗവൺമെൻറ് ഒരു പദ്ധതി ഇട്ടു. അതിൻ്റെ ഭാഗമായിട്ട് ജനറ്റിക് ടെക്നോളജിയിൽ ഭയങ്കരമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തു. പക്ഷേ ഈ സംഭവം മൊത്തത്തിൽ പാളിപ്പോയി. അതിനെ തുടർന്ന് ഇവരുടെ ഈ ജനറ്റിക് ടെക്നോളജിയുടെ ഭാഗമായിട്ട് സയൻറ്റിസ്റ്റുമാരുണ്ടാക്കി വെച്ച വൈറസ്, ഓർഗാനിസംസ് എന്ന് വേണ്ട സകലമാന സാധനങ്ങളും പുറത്തു കിടക്കുന്നു. ആ വൈറസ് കാരണം ഈ നാട്ടിലെ ചെടികൾ, മൃഗങ്ങൾ, പിന്നെ പോരാത്തതിന് മനുഷ്യ പോപ്പുലേഷൻ്റെ വലിയൊരു ഭാഗം ഇല്ലാണ്ടാവുന്നു. ഈ മൃഗങ്ങളും ചെടികളൊക്കെ ഇല്ലാണ്ടായപ്പോൾ തന്നെ ഭക്ഷണത്തിൻ്റെ അവൈലബിലിറ്റി നല്ലവണ്ണം കുറഞ്ഞു. ചുരുക്കി പറഞ്ഞ ഈ ലോകം മൊത്തത്തിൽ നശിച്ച് നാറാണക്കല്ലെടുത്തിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് മനുഷ്യരുണ്ട്. അതിൽ തന്നെ ഹൈ ക്ലാസ് ആൾക്കാരുണ്ട്, ഇൻക്ലൂഡിങ് ഗവൺമെൻറ്, റിച്ചസ്റ്റ് ആൾക്കാർ, എഡ്യൂക്കേഷൻ കൂടുതലുള്ള ആൾക്കാർ. ഇവരെല്ലാം താമസിക്കുന്നത് സിറ്റഡൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. എന്നാൽ പാവപ്പെട്ട ആൾക്കാർ താമസിക്കുന്നത് നേരത്തെ പറഞ്ഞ നശിച്ച് നാറാണക്കല്ലെടുത്ത ലോകം ഉണ്ടല്ലോ, അതിന്റെ നടുക്ക. പക്ഷെ ഭക്ഷണമില്ലാത്ത ഈ നാട്ടിൽ സിറ്റഡൽ ഒരു സാധനം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് വേറൊന്നുമല്ല, സീഡ് അഥവാ വിത്ത്. പക്ഷെ ആ വിത്ത് കൊണ്ട് ഒരൊറ്റ തവണ മാത്രമാണ് വിളവെടുപ്പ് നടക്കത്തുള്ളൂ. ഇനി ഈ സീഡൊക്കെ പാവപ്പെട്ടവർക്ക് എങ്ങനെയാണ് കിട്ടുക എന്ന് ചോദിച്ചാൽ, ഇവിടുന്ന് എന്തെങ്കിലും ഒരു സാധനം അവിടെ കൊണ്ടുപോയിട്ട് ട്രേഡ് ചെയ്യണം. അങ്ങനെയാണ് ഈ ഒരു സീഡ് നമുക്ക് വാങ്ങാൻ പറ്റുള്ളൂ. ഇങ്ങനെയൊക്കെ ട്രേഡ് ചെയ്ത് റിസ്ക് എടുത്തിട്ട് ആ ഒരു സീഡ് വാങ്ങിയിട്ടാണേലോ ഒരൊറ്റ തവണ മാത്രമാണ് ഹാർവെസ്റ്റിംഗ് നടക്കുന്നുള്ളൂ. അങ്ങനെ ഈ സമയത്താണ് ഒരു ഡ്രോൺ പറന്നു വരുന്നത്. ഇതിനെ കാണാനാണെങ്കിൽ ഭയങ്കര രസമാണ് കേട്ടാ. കണ്ണും മൂക്കൊക്കെ വരച്ചു കൊടുത്ത് ഒരു പാവത്താനായിട്ടുള്ള ലുക്ക്. ആ ഡ്രോണിന് പിന്നാലെ ഒരു പെൺകുട്ടിയും കൂടെ വരുന്നുണ്ട്. അവളുടെ പേരാണ് വെസ്പർ. ഈ വെസ്പർ ആണെങ്കിൽ ഈ ചെളി കിടന്ന് എന്തൊക്കെയോ സെർച്ച് ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് എന്തോ ഒരു ചെടിക്ക് വേണ്ടിയിട്ടാണ് ഇവള് നടക്കുന്നത്. അങ്ങനെ അത് കണ്ടുപിടിച്ചു. അതും പോരാഞ്ഞിട്ട് കുറച്ച് പുഴുക്കളെ ഇവള് ശേഖരിച്ച് വെക്കുന്നുണ്ട്. അങ്ങനെ അതുമായിട്ട് നേരെ വീട്ടിലോട്ട് പോകുന്നു. ആ സമയത്താണ് അവിടെയുള്ള ഒരു മരം കാണിക്കുന്നത്. ഈ മരം എന്നൊക്കെ പറഞ്ഞാൽ സാധാരണ തരത്തിലുള്ള ഒരു മരമല്ല. ആ മരത്തിനകം മ്യൂട്ടേഷൻ സംഭവിച്ച് അതിങ്ങനെ കിടന്ന് ഇളകിക്കൊണ്ടിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ചെടികളുടെ മുകളിലൊക്കെ വൈറസാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഭക്ഷണമില്ല. അതാണ് ഇവരുടെ മെയിൻ പ്രശ്നം. ഇനിയിപ്പോൾ മൃഗങ്ങളെ ഹണ്ട് ചെയ്യാന്ന് വിചാരിച്ചാൽ അതുമില്ല. ഒരു കാക്കേനെ പോലും അവിടെ കാണാൻ കിട്ടില്ല. അങ്ങനെ വെസ്പർ വീടിൻ്റെ തൊട്ട് മുന്നിൽ എത്തിയിട്ടുണ്ട്. അപ്പോഴാണ് അവളുടെ കാലിൻ്റെ മുകളിലൊക്കെ കൊത്താൻ നോക്കുന്ന ഒരു പ്രത്യേക തരം ചെടിയെ കാണിക്കുന്നത്. പണ്ടുകാലത്ത് ഈ ഒരു വൈറസൊക്കെ സ്പ്രെഡായതുകൊണ്ട് തന്നെ ഇജാതി കുറേ സാധനങ്ങളെ ഇവിടെ കാണാൻ പറ്റും. ഇത് കാണാൻ ചെറുതാണേലും മേലെങ്ങാനും കൊത്തിക്കഴിഞ്ഞാൽ തീർന്ന്. അങ്ങനെ വെസ്പർ വീട്ടിലെത്തി. അവൾ എടുത്തുകൊണ്ട് വന്ന കുറച്ച് പുഴുക്കളും അതേപോലെ തന്നെ മറ്റേ ചെടിയും ചേർത്ത് അങ്ങ് അരയ്ക്കുന്നു. എന്നിട്ടൊരു ബാഗിലാക്കി കൊണ്ടുപോകുന്നുണ്ട് അവളുടെ അച്ഛൻ്റെ അടുത്തോട്ട്. ശേഷം ഒരു ട്യൂബിലോട്ട് കണക്ട് ചെയ്ത് അച്ഛന് ഭക്ഷണമാക്കി കൊടുക്കുന്നു. ഈ അച്ഛനാണെങ്കിൽ പാരലൈസ്ഡാ, അനങ്ങാനോ സംസാരിക്കാനോ കഴിയില്ല. എന്നാൽ ഇങ്ങേര് സംസാരിക്കും. പക്ഷെ എങ്ങനെയാണെന്ന് കേട്ടാൽ ഉറപ്പായിട്ടും ഞെട്ടും. വെസ്പറിൻ്റെ ഒപ്പം നടക്കുന്ന ഈ ഡ്രോൺ ഉണ്ടല്ലോ, അതുവഴിയാണ് ഇങ്ങേര് സംസാരിക്കുക. ആത്മാവ് ശരീരമൊക്കെ ഒന്നാണേലും ഇങ്ങേരുടെ സംസാരം പുറത്തു വരിക അതുവഴിയാണ്. അച്ഛൻ എന്താണോ കാണുന്നത് അത് ഈ ഡ്രോണും കാണും. നാക്കനക്കാൻ കഴിയാത്ത അച്ഛൻ എന്താണോ പറയുന്നത് അത് ഈ ഡ്രോണ് പറയും. ചുരുക്കി പറഞ്ഞ അച്ഛന് 2 കണ്ണുകളാണ്. ഒന്ന് വെസ്പറിൻ്റെ കൂടെ പോകുമ്പോഴുള്ള കണ്ണ്, മറ്റൊന്ന് റൂമിനകത്തെ കണ്ണ്. അതായത് ഈ 2 സൈഡിലെ കാഴ്ചകളിലേക്കും ഈ ഡ്രോണിന് ആക്സസ് ഉണ്ട്. ഓരോരോ ടെക്നോളജികളേ. അച്ഛാ, ഞാൻ ആ പഴയ ലാബിലോട്ടൊന്ന് പോയിട്ട് വരാം എന്നും പറഞ്ഞ് പഴയൊരു ലാബിലോട്ട് പോകുന്നുണ്ട് വെസ്പർ. അവിടെയാണെങ്കിൽ കുറേ മരങ്ങളും ചെടികളൊക്കെ ഉണ്ട്. അതിൻ്റെ മേളിലെങ്ങാനും തൊട്ട് കഴിഞ്ഞാൽ തീർന്ന്. ആ ചെടികൾ മാത്രമല്ല ഇതിനകത്ത്, ദിതുണ്ട്. ഈ ദിതുമായിട്ട് ബോറടിക്കുമ്പോൾ സംസാരിക്കലാണ്
പിടിക്കലാണ് നമ്മളുടെ വെസ്പറിൻ്റെ മെയിൻ വിനോദം. അങ്ങനെ ഈ സമയത്താണ് വെസ്പർ അവൻ പിടിച്ചുകൊണ്ട് വന്ന ഒരു പുഴുവിനെ വെച്ച് ഒരു എക്സ്പെരിമെൻ്റ് നടത്തുന്നത്. നിനക്ക് വല്ല വട്ടുണ്ടാ ചുമ്മാ സമയം കളയാനായിട്ട് എന്നൊക്കെയാണ് ഡ്രോൺ വഴി അച്ഛൻ പറയുന്നത്. അങ്ങനെ ഈ പുഴുവിനെ ഒരു പാത്രത്തിലാക്കുന്നു. എന്നിട്ട് അതിനകത്തുള്ള ഒരു പച്ച ലിക്വിഡ് എക്സ്ട്രാക്ട് ചെയ്യുന്നു. പെട്ടെന്നാണ് ഒരു സൗണ്ട് കേൾക്കുന്നത്. ഇവരപ്പം തന്നെ പേടിച്ച് പുറത്തിറങ്ങുന്നുണ്ട്. പക്ഷെ പേടിക്കാനൊന്നുമില്ല. പിൽഗ്രിം എന്ന് പറയുന്ന ഗ്രൂപ്പിൽപ്പെട്ട ആളാണ് അങ്ങോട്ട് വന്നിട്ടുള്ളത്. പിൽഗ്രിംസ് ഇവരൊരുമാതിരി പ്രത്യേക ഡ്രസ്സ് തൊട്ട് നിലത്ത് കിടക്കുന്ന ആക്രി സാധനങ്ങളൊക്കെ പറക്കിയിട്ട് പോകും. പക്ഷെ ആ ഡ്രസ്സിനകത്ത് ആണാണോ പെണ്ണാണോ എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ വെസ്പറിന് പോലും അറിയില്ല. അതുമാത്രമല്ല, ഇവരെങ്ങോട്ടാണ് ഈ സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നതെന്ന് ചോദിച്ചാൽ അതും അറിയത്തില്ല. പക്ഷേ ഈ പിൽഗ്രിംസിന്റെ പിന്നാലെ പോകണമെന്നൊക്കെ ഉണ്ട് നമ്മളുടെ വെസ്പറിന്. അതിനൊരു കാരണമുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വഴിയേ പറയാം. അങ്ങനെ ഇവർ വീടിൻ്റെ ഫ്രണ്ടിലെത്തി. വീടിൻ്റെ ഫ്രണ്ടിലുള്ള മറ്റേ ചെടികളുണ്ടല്ലോ, കാലിൻ്റെ മുകളിൽ കൊത്തുന്ന ചെടികൾ, അതെല്ലാം ചത്ത് കിടക്കുന്നുണ്ട്. പിന്നെ പോരാത്തതിന് ഡോറ് ആരോ തുറന്ന് വെച്ചിട്ടുമുണ്ട്. അച്ഛാ, അകത്താരയിലുണ്ടോ? നിങ്ങൾക്കവരെ കാണാൻ പറ്റുന്നുണ്ടോ? ഇപ്പം അകത്താരുമില്ല. ഉണ്ടായിരുന്നവർ പോയിന്ന് തോന്നുന്നു. സൗണ്ട് ഒന്നും കേൾക്കാനില്ല. അകത്തിരിക്കുന്ന അച്ഛൻ ഡ്രോൺ വഴിയാണ് കേട്ടാ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അച്ഛന് 2 കണ്ണുകളാണ്. അങ്ങനെ വീടിൻ്റെ അകത്ത് കയറുന്നു. അവിടെയാണെങ്കിൽ ഇവരുടെ ടാങ്കിനൊക്കെ നല്ല പണി കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഒരു വിധത്തിൽ വെസ്പർ ശരിയാക്കി എടുക്കുന്നുണ്ട്. പക്ഷേ യഥാർത്ഥ പണി ഇതൊന്നുമല്ല. ഇവൻ്റെ അച്ഛൻ ശ്വാസം എടുക്കുന്ന ഒരു മെഷീനുണ്ട്. അതിനകത്തോട്ട് പവർ വരുന്നില്ല. അത് പ്രവർത്തിക്കണമെങ്കിൽ ഒരു പ്രത്യേക തരം ബാക്ടീരിയ വേണം. അത് ഒപ്പിക്കാനായിട്ട് അവൾ പോകുന്നത് ജോണസ് എന്ന് പറയുന്ന ആളുടെ അടുത്തോട്ടാണ്. ഈ ജോണസ് ഇവളുടെ അച്ഛൻ്റെ ബ്രദറാണ് കേട്ടാ. ഈ ജോണസിൻ്റെ സ്ഥലം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്ഥലമാണ്. പക്ഷെ ഇവിടുത്തെ കോമഡി എന്താന്ന് വെച്ചാൽ ഇങ്ങർക്ക് ഇഷ്ടം പോലെ മക്കളുണ്ട്. എന്തിനാണ് ഇത്രയധികം മക്കൾ എന്നുള്ളതൊക്കെ നമുക്ക് വഴിയേ പറയാം. അങ്ങനെ ഈ സമയത്താണ് വെസ്പർ കൊടൂരമായിട്ടുള്ളൊരു കാഴ്ച കാണുന്നത്. ജഗ് എന്ന് പറയുന്ന ഒരു പ്രത്യേക തരം മനുഷ്യരെന്ന് പറഞ്ഞാൽ യഥാർത്ഥ മനുഷ്യരല്ല, ആർട്ടിഫിഷ്യലി ഉണ്ടാക്കിയെടുത്ത ഒരു തരം ക്രീച്ചർ എന്ന് വേണം പറയാൻ. അതിനെ കാണാൻ തന്നെ ഭയങ്കരമായിട്ട് വ്യത്യാസമായിരിക്കും. അവരുണ്ടാക്കിയിരിക്കുന്ന സിറ്റഡലിത്തെ ആൾക്കാരാണ്. അതും അവരുടെ അടിമപ്പണികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അക്കൂട്ടത്തിലൊരു ജഗ്ഗിനെ നമ്മളുടെ ജോണസ് വാങ്ങിയിട്ടുണ്ട്. ആ ജഗ്ഗാണ് ഒന്നിനും പറ്റാണ്ട് കാലിൽ മുറിവായിട്ട് ഇവിടെ കിടക്കുന്നത്. അതിനാണെങ്കിൽ വേദനിച്ചിട്ട് വയ്യ. അവരുടെ കരച്ചിൽ തന്നെ ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്യുന്ന തരത്തിലായിരിക്കും. അങ്ങനെ ജോണസ് വരുന്നു അവൻ്റെ മകനെ കൊണ്ട് അതിനെ അങ്ങ് കൊല്ലുന്നു. കാരണം അതിനെക്കൊണ്ട് ഇനി യാതൊരു ഉപകാരവുമില്ല. അങ്ങനെ ഈ സമയത്താണ് ജോണസ് വെസ്പറിനെ കാണുന്നത്. വെസ്പർ, നീ എന്താ ഇവിടെ? ഞങ്ങളുടെ വീട്ടിലാരോ കയറി. ബാക്ടീരിയ അവർ കൊണ്ടുപോവുകയും ചെയ്തു. അതുകൊണ്ട് ഞങ്ങൾക്ക് കറണ്ടില്ല. കറണ്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് എൻ്റെ അച്ഛൻ്റെ ജീവൻ നിലനിൽക്കുള്ളൂ. എൻ്റെ പൊന്ന് വെസ്പർ, ഇവിടെ ഞങ്ങൾ ചാരിറ്റി ഒന്നും നടത്തുന്നില്ല. അതിനാര് പറഞ്ഞു ചാരിറ്റിയാണെന്ന്? നിങ്ങൾക്ക് വേണ്ട സാധനം ഞാൻ തരും. പകരം എനിക്ക് വേണ്ടത് ബാക്ടീരിയ. ഇത് കേട്ടേക്ക് ജോണസ് ഈ ഒരു ഡീലിനോട് ഓക്കെ പറയുന്നു. ഒരു റൂമിലോട്ട് കൊണ്ടുപോകുന്നു. ഈ ഡീലെന്ന് പറയുന്ന വേറൊന്നുമില്ല. ജോണസ് വെസ്പറിന്റെ കയ്യിൽ നിന്ന് കുറച്ച് ചോരയെടുക്കും. എന്നിട്ട് ഈ ബ്ലഡ് കൊണ്ടുപോയി സിറ്റഡലുമായിട്ട് ട്രേഡ് ചെയ്യും. അതുവഴി സീഡ്, ബാക്ടീരിയ അല്ലെങ്കിൽ എന്താണോ വേണ്ടത് അത് ഒപ്പിക്കാൻ പറ്റും. ഇപ്പൊ മനസ്സിലായില്ലേ ഇവൻ എന്തിനാണ് ഇത്രയും മക്കൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന്? കുട്ടികളെ ഉണ്ടാക്കുന്നു, എന്നിട്ട് അവരുടെ ചോര സിറ്റഡലിന് കൈമാറുന്നു. അതിന് പകരമായിട്ട് എന്താണോ ഇവൻക്ക് വേണ്ടത് അത് ജോണസ് നേടിയെടുക്കും. പിന്നെ പോരാത്തതിന് ഈ മക്കളെ ഉണ്ടാക്കാനായിട്ട് സ്വന്തം ചോരയിൽ പിറന്ന മക്കളെ തന്നെ യൂസ് ചെയ്യും. ചുരുക്കി പറഞ്ഞ പ്രായമാകുന്ന സ്വന്തം മക്കളെ ഇവൻക്കുള്ള ബ്രീഡേഴ്സ് ആയിട്ടാണ് ഇവൻ കണക്കാക്കുന്നത്. ഓരോരോ തന്തമാരെ. അങ്ങനെ ഈ സമയത്താണ് സ്കിന്നി എന്ന് പറയുന്ന ഒരു ചെക്കനെ കാണിക്കുന്നത്. ഈ സ്കിന്നിക്കാണെങ്കിൽ വെസ്പറിനോട് ചെറിയൊരു പ്രണയമൊക്കെ ഉണ്ട്. അവന് മാത്രമല്ല, അവൻ്റെ തന്തയായ ജോണസിനും ഉണ്ട് ഇവളെ ഒരു നോട്ടം. പക്ഷെ അത് പ്രണയമായിട്ട് കണക്കാക്കാൻ പറ്റില്ല. അതിന് പറയുന്ന പേര് വേറെയാണ്. അതിപ്പോൾ ഞാൻ ഇവിടെ പറയുന്നില്ല. വെസ്പർ, നിന്നെ കാണുമ്പോൾ നിന്റെ ഭംഗിയുള്ള അമ്മേനെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അവർ നിന്നെയും നിന്റെ അച്ഛനെയും വിട്ടിട്ട് പോയി. നിങ്ങൾക്ക് ആരുമില്ലാന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. നിന്റെ കൂടെ ഞാനുണ്ട്. നീ ഞങ്ങളുടെ കൂടെ നിൽക്ക്. ഇതൊക്കെ പറയുമ്പോഴാണ് ഇവളുടെ അമ്മേനെ കുറിച്ച് നമുക്കൊരു ക്ലാരിറ്റി കിട്ടുന്നത്. ഇവളുടെ അമ്മ ഇവളെയും ഇവളുടെ അച്ഛനെയും വിട്ട് എങ്ങോട്ടോ പോയിട്ടുണ്ട്. അങ്ങനെ ഈ സമയത്ത് വെസ്പർ പറയാണ്, നിങ്ങളുടെ കൂട്ടത്തിലെ ബ്രീഡേഴ്സിലെ ഒരാളാവാൻ എനിക്ക് യാതൊരു താല്പര്യമില്ല. അങ്ങനെ ഇതൊക്കെ പറഞ്ഞതിന് ശേഷം ബ്ലഡ് കൊടുക്കുന്നു. ബാക്ടീരിയ ചോദിക്കുന്നു. ബാക്ടീരിയ കിട്ടാനായിട്ട് 2 ദിവസം പിടിക്കും. കാരണം ഈ ബ്ലഡ് സിറ്റഡലിലോട്ട് ആദ്യം എത്തിക്കട്ടെ. അത് കേട്ടപ്പോൾ തന്നെ വെസ്പറിന് മനസ്സിലായി ചുമ്മാ ബ്ലഡ് ഊറ്റിയെടുക്കാനായിട്ട് അങ്ങേര് കാണിക്കുന്ന കസറത്താണ് എന്ന്. കാരണം 2 ദിവസമൊന്നും ഇവളുടെ അച്ഛൻ ജീവിച്ചിരിക്കില്ല. അത് നമ്മളുടെ ജോണസിനും അറിയാം. അതറിഞ്ഞിട്ടാണ് അങ്ങേര് ഈ വക പരിപാടികളൊക്കെ കാണിക്കുന്നത്. പിന്നെ പറയണ്ടല്ലോ, അവളുടെ ചോരയെടുത്ത് ഓടാൻ ശ്രമിക്കുന്നു. പക്ഷെ യാതൊരു കാര്യമില്ല. ജോണസ് പിടിക്കുന്നു, പുറത്താക്കുന്നു. അതിനു പുറമെ അവൻ്റെ മക്കളാണെങ്കിൽ എല്ലാം കൂടി ഇവൾക്ക് നേരെ കല്ലെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു വിധത്തിൽ അവൾ ഓടി രക്ഷപ്പെടുന്നു. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. വിട്ടുകൊടുക്കാൻ വെസ്പർ തയ്യാറായിരുന്നില്ല. അവൾ ആരും അറിയാണ്ട് നൈസായിട്ട് ജോണസിൻ്റെ ഫാമിൽ കയറുന്നു. അവിടെയാണെങ്കിൽ കുറേ ബിൽഡിങ്ങുകളുണ്ട്. ദേ ആ കാണുന്ന ബിൽഡിങ്ങിലാണ് അവൾക്ക് വേണ്ട
കണ്ട ബാക്ടീരിയ ഇരിക്കുന്നത്. ഇതേ സമയം വേറൊരു ബിൽഡിങ്ങിലായിട്ട് ഒരു മാരക കാഴ്ചയാണ് അവൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഇവർ കൊന്നുകളഞ്ഞൊരു ജഗ് ഉണ്ടല്ലോ, അതിനെ തുണ്ടം തുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ആ നശിച്ച പിള്ളേര്. അങ്ങനെ ഈ സമയത്താണ് അതുവഴി കുറെ പ്രത്യേകതരം ജെറ്റുകൾ പറന്നു പോകുന്നത്, അതും സിറ്റഡലിലോട്ട് പോകുന്ന ജെറ്റുകൾ. അത് കണ്ടേക്ക് അവിടെയുള്ള മുഴുവൻ പിള്ളേരും ആണെങ്കിൽ അതിൻ്റെ പിന്നാലെ പോവുകയാണ്. വെസ്പർ പിന്നെ വെറുതെ ഇരിക്കുമോ, ആ ഒരു തക്കം നോക്കി ആരും അറിയാണ്ട് നേരെ ബാക്ടീരിയ ഇരിക്കുന്ന ബിൽഡിങ്ങിലോട്ട് പോകുന്നു. എന്നാൽ അതിൻ്റെ ഡോർ തുറന്ന് വരികയാണ് സ്കിന്നി. പക്ഷെ ബാക്കിയുള്ളവരെ പോലെയല്ല സ്കിന്നി. വെസ്പറിനെ അവൻക്ക് ഇഷ്ടമാണ്. സോ അവൻ നൈസായിട്ട് അങ്ങ് മാറിക്കൊടുക്കുന്നു. ആ ഒരു ഗ്യാപ്പിൽ ഇവൾ അകത്ത് കയറുന്നു, ബാക്ടീരിയ കൈക്കലാക്കുന്നു. എന്നാൽ ഈ സമയത്താണ് സിറ്റഡലിൽ നിന്ന് കിട്ടുന്ന സീഡ്സ് അവൻ കാണുന്നത്. ഒരു സീഡ് കൊണ്ട് ഒരു ഹാർവസ്റ്റ്, അത്രേ നടക്കത്തുള്ളൂ. അങ്ങനെയാണ് അവന്മാർ ആ സീഡ് കോഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ സീഡ് ആണല്ലോ. പക്ഷെ നമ്മളുടെ വെസ്പറിന് കുറെ സ്കില്ലൊക്കെ ഉണ്ട്. ഒരു ബയോ ഹാക്കർ എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം അവളെ. അവൾ കാലം കുറേയായിട്ട് ഒരു എക്സ്പെരിമെന്റ് നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് സിറ്റഡലിൽ നിന്ന് കിട്ടുന്ന സീഡ് അവൾ അങ്ങ് പൊക്കുന്നു. അങ്ങനെ വീട്ടിലോട്ട് പോകുന്ന വഴിയാണ് നേരത്തെ കണ്ടതുപോലത്തെ ഒരു ജെറ്റ് പിന്നെയും കാണുന്നത്. പക്ഷെ ഇതിന്റെ മേളിൽ നിന്നാണെങ്കിൽ കണ്ടമാനം പുക വരുന്നുണ്ട്. പക്ഷെ അതൊന്നും അവൾ മൈൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ അവൾ വീട്ടിലെത്തി ബാക്ടീരിയ യൂസ് ചെയ്ത് പവർ വീണ്ടെടുക്കുന്നു. സോ അച്ഛൻ സേഫായി. എന്നാൽ ഈ ഒരു സീഡൊക്കെ കണ്ടിട്ട് അച്ഛനാണെങ്കിൽ എടുത്തോട്ട് തന്നെ തിരിച്ചു വെക്കാനാണ് പറയുന്നത്. ബാക്ടീരിയ കുറച്ച് പോയിന്ന് വെച്ചിട്ട് ജോണസിന് അത് മനസ്സിലാവില്ല. പക്ഷെ സീഡിൻ്റെ എണ്ണം കുറഞ്ഞാൽ ഇവർക്ക് നല്ലവണ്ണം മനസ്സിലാവും. സ്വന്തം മക്കളുടെ ചോരൊക്കെ കൊടുത്താണ് ഇങ്ങനെ ഇതൊക്കെ വാങ്ങി വെക്കുന്നത്. അതിൻ്റെ എണ്ണെങ്ങാനും കുറഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ. അച്ഛാ, ഈ സീഡ് കൊണ്ട് ഞാൻ കുറച്ച് എക്സ്പെരിമെൻറ്റ് നടത്താൻ പോവാൻ. ഒരൊറ്റ ഹാർവസ്റ്റ് മാത്രമല്ലേ ഇതുകൊണ്ട് നടത്താൻ പറ്റുള്ളൂ. ആ കോഡിങ് ഞാൻ അങ്ങ് അൺലോക്ക് ചെയ്യാൻ പോവാൻ. ഇതൊക്കെ ഞാൻ ഫെർട്ടൈലാക്കി മാറ്റാൻ പോവാൻ. എന്നിട്ട് ഞാനിത് സിറ്റഡലിനെ കാണിക്കും. അതോടുകൂടെ അവിടുത്തെ ലാബിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റും. നിനക്ക് വട്ടാ, അതൊന്നും നടക്കാൻ പോകുന്നില്ല. അച്ഛാ, നിങ്ങൾക്ക് പേടിയാ ഞാനും അമ്മേനെ പോലെ നിങ്ങളെ വിട്ടു പോവും എന്നുള്ള പേടി. ഇതും പറഞ്ഞാകെ ഭ്രാന്തെടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ് വെസ്പർ. ആ സമയത്താണ് ഒരു വിചിത്രമായിട്ടുള്ളൊരു കാഴ്ച അവൾ കാണുന്നത്. അവൾ നോക്കുമ്പോൾ അതാ ഒരു സ്ത്രീ നിലത്ത് കിടക്കുന്നു. അവൾക്കാണെങ്കിൽ ബോധമില്ല. ചത്തോ ജീവനോടെ ഉണ്ടോയെന്നൊന്നും അറിയില്ല. അങ്ങനെ വെസ്പർ അടുത്ത് പോയിട്ട് നോക്കുമ്പോൾ അവളുടെ കാലിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ബ്ലഡ് സക്ക് ചെയ്തെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ വളർന്നുകൊണ്ടിരിക്കുന്ന ഓർഗാനിസംസ്. ഈ ഒരു വൈറസ് കാരണം പല ടൈപ്പ് സാധനങ്ങൾ ഉണ്ട് ഇവിടെ, മൊത്തം ചെടിയുടെ രൂപത്തിലാണെന്ന് മാത്രം. അങ്ങനെ അവളുടെ മുടിയൊക്കെ മാറ്റി നോക്കുന്നു. ആ സമയത്താണ് അവൾക്ക് അങ്ങ് ബോധം വരുന്നത്. പിന്നെ വെസ്പർ ഒന്നും നോക്കിയില്ല. അവളുടെ കഴുത്തിൽ പിടിച്ച സാധനത്തിനെ അങ്ങ് എടുത്തു മാറ്റുന്നു. എന്നിട്ട് അങ്ങ് വലിച്ചുകൊണ്ട് പോകുന്നുണ്ട് അവളുടെ വീട്ടിലോട്ട്. എന്നിട്ട് അവളുടെ കാലിൻ്റെ ഉള്ളിലോട്ട് പോയ ക്രീച്ചേഴ്സിനൊക്കെ പുറത്തെടുത്തുകൊണ്ടിരിക്കുകയാണ് വെസ്പർ. അത് മാത്രമല്ല, വെസ്പർ അവളുടെ സ്കില്ല് ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുത്തൊരു ബാൻഡേഡ് ഉണ്ട്, അതൊക്കെ ഒട്ടിച്ചു കൊടുക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വെസ്പർ അവളുടെ ഡ്രസ്സ് ഒന്ന് സ്മെല്ല് ചെയ്ത് നോക്കുന്നത്. നല്ല ലക്ഷറി ആയിട്ടുള്ള സ്മെല്ല്. സോ എവിടുന്നാണ് ഇവൾ വന്നതെന്നുള്ളത് വെസ്പറിന് മനസ്സിലായി. സിറ്റഡൽ. ഇന്നലെ രാത്രി ഒരു ജെറ്റിൻ്റെ മേളിൽ നിന്ന് പുക വരുന്ന കാര്യമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മേ ബി അത് ക്രാഷ് ആയതായിരിക്കാം. അങ്ങനെ കുറേ സമയം കഴിഞ്ഞു. അവൾക്ക് ബോധം വരുന്നു. ആ സമയത്ത് അവൾ കേൾക്കുന്നത് വെസ്പറിൻ്റെയും അച്ഛൻ്റെയും ചർച്ചകളാണ്. വെസ്പർ, നീ എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത വള്ളികളൊക്കെ പോയി പിടിക്കുന്നത്? നിന്റെ വിചാരം എന്താ? എനിക്കൊരു വിചാരമില്ല. ചാവാൻ കിടന്നിരുന്ന അവളെ സേഫ് ആക്കണം, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ പറ്റുമെങ്കിൽ അവൾ വഴിയൊന്ന് സിറ്റഡലിൽ കയറാലോ. മണ്ണാങ്കട്ട, ഈ സിറ്റഡലിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് പറയേ, അവന്മാർക്കൊന്നും കണ്ണീച്ചോരയില്ല. ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ അവൾക്ക് നല്ലവണ്ണം പേടിയാവുന്നുണ്ട്. സോ തൊട്ടടുത്തുള്ള കത്തി സേഫ്റ്റിക്ക് വേണ്ടി എടുത്തു വെക്കാനാണ് അവൾ നോക്കുന്നത്. അതിൻ്റെ ഇടയിലാണ് അവൾ നിലത്ത് വീഴുന്നത്. ഈ സൗണ്ടൊക്കെ കേട്ട് അങ്ങോട്ട് ഓടി വരികയാണ് വെസ്പർ. നിങ്ങൾ ആരാണെന്നോ എന്താണെന്നോ എനിക്കറിയില്ല. എൻ്റെ ജെറ്റ് ഇന്നലെ ക്രാഷായി. എൻ്റെ കൂടെ വേറൊരാളും കൂടി ഉണ്ടായിരുന്നു. എനിക്ക് വേണ്ടി അവരെ ഒന്ന് കണ്ടുപിടിച്ച് തരുമോ? ഞങ്ങൾ നിങ്ങളുടെ സെർവൻ്റ് ഒന്നുമല്ല. സോറി, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. എൻ്റെ പേര് കമീലിയ. എൻ്റെ അച്ഛനാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾ. അങ്ങേരെ കൂടെ എനിക്ക് കണ്ടുപിടിച്ചതാ. നിങ്ങൾ ചെയ്യുന്ന ഈ സഹായത്തിന് ഉറപ്പായിട്ട് റിവാർഡ് ഉണ്ടാവും. ഇന്നെന്തായാലും നടക്കില്ല, രാത്രിയായില്ലേ, നാളെ രാവിലെ ഞാൻ പുറത്ത് പോയോക്കാം. ഇത് കേട്ടേക്ക് അച്ഛൻ പറയാണ്, ദേ വെസ്പറെ, എല്ലാം കഴിഞ്ഞതിന് ശേഷം ചുമ്മാ കരഞ്ഞുകൊണ്ട് എൻ്റെ അടുത്തോട്ട് വരരുത്. ഇങ്ങേരിത് പറയാൻ കാരണം വേറൊന്നുമില്ല. സിറ്റഡലിലത്തെ ആൾക്കാരെ അങ്ങനെയൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് വെസ്പറിൻ്റെ അച്ഛൻ. അങ്ങേര് പണ്ട് സിറ്റഡൽ ആർമിയിൽ ഉണ്ടായിരുന്ന ആളാണ്. ആർമിയിൽ വെച്ച് പുള്ളിക്കാരന് ചെറിയൊരു അപകടം ഉണ്ടായി. ആ സമയത്ത് സിറ്റഡൽ അച്ഛന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു തുരുമ്പ് ഡ്രോണ് മാത്രമാണ് കൊടുത്തത്. വേറൊരു സഹായവും ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കമീലിയ നൈസായിട്ട് ആ കത്തി അങ്ങ് എടുത്തു വെക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാൽ ഇന്ന് കണ്ട ആൾക്കാരാ, ചുമ്മാ കണ്ണും പൂട്ടി വിശ്വസിക്കാനൊന്നും പറ്റില്ല. അങ്ങനെ കുറേ സമയം കഴിഞ്ഞു. നമ്മളുടെ വെസ്പർ കമീലിയക്ക് ഫുഡ് കൊടുക്കുന്നു. അവരുടെ ഫുഡ് എന്നൊക്കെ പറയുന്നത് പുഴുക്കളും പ്രാണികളൊക്കെയാണ്, അല്ലാണ്ട് അവർക്ക് വേറെ ഫുഡൊന്നുമില്ല. പക്ഷേ ലക്ഷറിയിൽ വളർന്ന കമീലിയക്ക് ഇതൊന്നും അങ്ങോട്ട് പറ്റുന്നില്ല. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, വേറെ വഴിയില്ല, കഴിച്ചേ പറ്റുള്ളൂ. അപ്പോഴാണ് വെസ്പർ അവൻ്റെ അച്ഛനെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. ആ സമയത്താണ് അച്ഛന് പെട്ടെന്ന് സീഷർ വരുന്നത്. വെസ്പറിനാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് യാതൊരു പിടുത്തവുമില്ല. അപ്പോഴാണ് കമീലിയ ജസ്റ്റ് അവളുടെ ചുണ്ടുകൊണ്ട് അച്ഛൻ്റെ ചുണ്ടിലൊന്ന് സ്പർശിക്കുന്നത്. അത്രയും വിറച്ചുകൊണ്ടിരുന്നിരുന്ന അച്ഛൻ നോർമലാവുന്നു, ഉറങ്ങുന്നു.
അങ്ങേരുടെ വേദനയുടെ ശക്തി കമീലിയ അവളുടെ ചുണ്ടുകൊണ്ട് ഒപ്പിയെടുത്തു. ചുരുക്കി പറഞ്ഞ ഹീലിംഗ് പ്രോസസ്സ്, ഹീലിംഗ് ശക്തിയുള്ള ഒരാളാണ് കമീലിയ. ഇതൊക്കെ കണ്ടിട്ടാകെ ഞെട്ടിയിരിക്കുന്നുണ്ട് നമ്മളുടെ വെസ്പർ. പിറ്റേ ദിവസം മുതൽ കമീലിയെ പറ്റാണ്ടിരുന്നിരുന്ന അച്ഛന് ഇപ്പം ഏകദേശം ഓക്കെയായിട്ട് വരുന്നുണ്ട്. കാരണം പുള്ളിക്കാരൻ്റെ ജീവനാണ് രക്ഷിച്ചിട്ടുള്ളത്. അതുമാത്രമല്ല, ഇത്രയും കാലം സിറ്റഡൽ ആർമിക്ക് വേണ്ടി പണിയെടുത്തിട്ടും അങ്ങേര് ഇന്നേ വരെ ഇതുപോലത്തെ ഒരു കാഴ്ച കണ്ടിട്ടില്ല. അങ്ങനെ അച്ഛനും മോനും കൂടെ പിറ്റേ ദിവസം തന്നെ കമീലിയയുടെ അച്ഛന് വേണ്ടിയിട്ട് തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ഈ ഒരു സെയിം ടൈമിൽ തന്നെയാണ് കമീലിയ വെസ്പറിന്റെ വീട് മൊത്തത്തിലൊന്ന് എക്സ്പ്ലോർ ചെയ്യുന്നത്. ആ സമയത്ത് അവള് കാണുന്നത് വെസ്പറിന്റെ പരീക്ഷണശാലയാണ്. അവൻ ആ സീഡ്സ് ഒക്കെ അൺലോക്ക് ചെയ്യാൻ വേണ്ടി എക്സ്പെരിമെന്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഇതേ സമയം അച്ഛനും മോനും കൂടെ ഒരു വിധത്തിൽ ആ ജെറ്റ് കണ്ടെത്തി. അതാണെങ്കിൽ ആകെ നശിച്ച് കിടക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അതേ സെയിം സ്പോട്ടിലോട്ട് ജോണസ് വരുന്നത്. വരാന്ന് മാത്രമല്ല, അച്ഛൻ്റെ ഈ ഡ്രോണ് പറക്കുന്നതൊക്കെ കണ്ടിട്ട് പുള്ളിക്കാരന് നല്ല ഡൗട്ട്. അവൻ്റെ ബാക്ടീരിയാസും സീഡ്സൊക്കെ കുറച്ച് പോയിട്ടുണ്ടല്ലോ, എങ്ങനെയാണ് ഈ ഡ്രോണൊക്കെ ശരിയാക്കിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ജോണസ്. പക്ഷെ പല നുണകളും പറഞ്ഞ് വെസ്പർ ഒഴിവാകുന്നു. അങ്ങനെ ജോണസും പിള്ളേരും ചേർന്ന് ഈ ക്രാഷായ ജെറ്റ് അങ്ങ് ഓപ്പണാക്കി. അതിനകത്തുണ്ട് കമീലിയയുടെ അച്ഛൻ. ഇങ്ങേരാണെങ്കിൽ പാതിബോധത്തില്ല, എന്തൊക്കെയോ പിച്ചുമ്പേയും പറയുന്നുണ്ട്. അങ്ങനെ ഈ സമയത്ത് ജോണസ് അയാളോട് പറയാണ്, നിങ്ങൾക്ക് ഈ സഫറിങ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഇനി പറയില്ലെങ്കിൽ ഞാനത് കാണിക്കാം എന്നും പറഞ്ഞ് അങ്ങേരെ ശ്വാസം മുട്ടിച്ച് കൊല്ലാനാണ് ജോണസ് നോക്കുന്നത്. അപ്പം തന്നെ വെസ്പർ കുറേ തടയാൻ ശ്രമിക്കുന്നുണ്ട്. ബട്ട് നോ രക്ഷ. അയാളെ രക്ഷിച്ചുകൊണ്ട് വീട്ടിലോട്ട് ചെന്നാൽ മാത്രമാണ് കമീലിയ വഴി സിറ്റഡലിലോട്ട് കയറാൻ പറ്റത്തുള്ളൂ. അങ്ങനെ അങ്ങേര് മരിച്ചു. ഇതൊക്കെ കണ്ട് മൊത്തം പ്രതീക്ഷയും പോയി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് വെസ്പർ. ഇതൊക്കെ കണ്ടിട്ട് ജോണസിനാണെങ്കിൽ എന്തൊക്കെയോ ഡൗട്ട് അടിക്കുന്നുണ്ട്. നീ എന്തിനാ കിടന്ന് മൂങ്ങുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സ്ത്രീകൾ ഡ്രസ്സിൻ്റെ മേളിൽ കെട്ടുന്ന ഒരു റിബൺ ജോണസിന് കിട്ടുന്നത്. സോ അങ്ങേര് ഉറപ്പിച്ചു ഒരു പാസഞ്ചറും കൂടെ ഉണ്ട്. അത് മാത്രമല്ല, ഇപ്പം കുന്നുകളഞ്ഞ ഈ ചെങ്ങായിനെ കുഴിച്ചിട്ട് പോയാൽ മതി എന്നാണ് ജോണസ് പറയുന്നത്. വെസ്പർ ആണെങ്കിൽ അപ്പം തന്നെ ഓക്കെ പറയുന്നു. അല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല. സോ കൂടെ നിൽക്കുന്നു. അങ്ങനെ ഒരു കനാലിനകത്ത് അങ്ങേരുടെ ബോഡി കൊണ്ടുപോയി ഡംപ് ചെയ്യുന്നു. വെസ്പർ ആണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ടാകെ കയ്യിൽ നിന്ന് പോയിട്ടാണ് ഇരിക്കുന്നത്. അവളുടെ പ്രതീക്ഷകളൊക്കെ പോയി. സിറ്റഡലോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവളുടെ അച്ഛനുള്ളൊരു ക്യൂർ കിട്ടും. പിന്നെ പോരാത്തിന് ലോകത്തിലേക്ക് ഭക്ഷണം എത്തിക്കാനുള്ള വെസ്പറിൻ്റെ പരീക്ഷണങ്ങൾ അവിടുത്തെ അഡ്വാൻസ്ഡ് ലാബിലിരുന്ന് ചെയ്യാനും സാധിക്കും. അതെല്ലാം കൊണ്ട് കളഞ്ഞിരിക്കുകയാണ് ജോണസ്. ഈ സമയത്ത് അച്ഛൻ പറയുന്നത് ഇതിനെക്കുറിച്ച് കമീലിയോട് പറയണ്ട എന്നാണ്. തൽക്കാലത്തിന് നുണ പറഞ്ഞ് പിടിച്ചേക്കാം. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും കമീലിയ ഇവിടെ നിൽക്കലത്ര സേഫ് അല്ല. സോ എത്രയും വേഗം സിറ്റഡലിലോട്ട് വിവരം അറിയിക്കാം എന്നും കൂടെ പറയുന്നുണ്ട്. പക്ഷെ ഇതിനായിട്ട് ഇവർക്കൊരു റേഡിയോ വേണം. എന്നാൽ റേഡിയോ ഉണ്ട്, പക്ഷെ അതിരിക്കുന്നത് ജോണസിൻ്റെ വില്ലേജിലാണ്. അങ്ങോട്ട് എങ്ങനെയും കയറാം എന്നൊരു തീരുമാനം എടുക്കുന്നു. അങ്ങനെ ഈ ഒരു തീരുമാനത്തിൽ അവർ മുന്നോട്ട് പോകുന്നുണ്ട്. അങ്ങനെ അച്ഛനെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്ന് കമീലിയോട് കള്ളം പറയുന്നു. അതുമാത്രമല്ല, സിറ്റഡലിനെ വിവരം അറിയിക്കാം എന്നും കൂടെ പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് കമീലിയക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് മൂഡ് പോകുന്നുണ്ട്. ഈ സമയത്താണ് വെസ്പർ അത്ഭുതകരമായിട്ടുള്ള ഒരു കാഴ്ച കാണുന്നത്. ഇവൻ ഉണ്ടാക്കി വെച്ച ഒരു ബാൻഡേഡ് ഉണ്ടായിരുന്നല്ലോ, അത് ഈ കമീലിയയുടെ കാലിലെ മുറിവ് മൊത്തത്തിൽ ഹീൽ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് വെസ്പറഞ്ഞ് ഞെട്ടിയിരിക്കുകയാണ്. അവൻ്റെ അച്ഛന് വേണ്ടിയിട്ടാണ് ഈ ഒരു ബാൻഡേഡ് ഉണ്ടാക്കിയിരുന്നത്. പക്ഷെ അച്ഛനേക്കാൾ വേഗത്തിലാണ് ഇവളുടെ മുറിവൊക്കെ ഭേദാവുന്നത്. അങ്ങനെ കമീലിയ പറയാണ്, നീയാൾ കൊള്ളാലോ, സിന്തറ്റിക് ബയോളജിയെക്കുറിച്ചൊക്കെ നല്ല അറിവാലേ. ഒന്നുമല്ല, യഥാർത്ഥ പരീക്ഷണങ്ങൾ എന്താന്ന് ഞാൻ കാണിച്ചു തരാം എന്നും പറഞ്ഞ് ഇവൻ കൊണ്ടുപോകുന്നത് ഒരു ഷെഡിലോട്ടാ. അവിടെയാണെങ്കിൽ ഇവൻ ഉണ്ടാക്കിയെടുത്ത കുറേ ഓർഗാനിസംസ് ഉണ്ട്. അതും ഇവനെ സ്നേഹിക്കുന്ന, ഇവൻ ആരാന്നറിയുന്ന ബുദ്ധിയുള്ള ഓർഗാനിസംസ്. അതും പല പല പർപ്പസിന് വേണ്ടിയിട്ട് അവൻ ഉണ്ടാക്കിയെടുത്തവയാണ് ഇതെല്ലാം. ഇതിൽ നിന്നാണ് നേരത്തെ കാണിച്ച ബാൻഡേഡൊക്കെ കിട്ടുന്നത്. ഇതെല്ലാം കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ്. അങ്ങനെ ഇതൊക്കെ കണ്ടിട്ട് കമീലിയ പറയാണ്, എൻ്റെ അച്ഛനെ ഇതെല്ലാം കാണിക്കണം. അങ്ങേരാണ് സിറ്റഡലിലെ സിന്തറ്റിക് ബയോളജി ഹെഡ്. അങ്ങനെ ഈ സമയത്ത് അച്ഛൻ വെസ്പർ കേൾക്കാണ്ട് കമീലിയോട് ഒരു കാര്യം പറയുന്നുണ്ട്. എന്നെ സിറ്റഡലിലോട്ട് കയറ്റില്ല എന്ന കാര്യത്തിൽ എനിക്ക് 100% ഉറപ്പുണ്ട്. പക്ഷെ വെസ്പറിനെ നിങ്ങൾ കയറ്റണം. ലോകത്തിന് വേണ്ടിയിട്ട് ഭക്ഷണം എത്തിക്കുക, ഇതുപോലെ നല്ല നല്ല ഓർഗാനിസംസിനെ ഉണ്ടാക്കുക, അതുമാത്രമാണ് അവളുടെ ലക്ഷ്യം. എന്തു വന്നാലും അവളെ ചതിക്കരുത്. അങ്ങനെ ഇതൊക്കെ പറഞ്ഞ് ഇവർ നേരെ വീട്ടിലോട്ട് തിരിച്ചു പോകുന്നു. ഈ സമയത്താണ് കമീലിയ വെസ്പറിനോട് അവളുടെ അമ്മയെക്കുറിച്ച് ചോദിക്കുന്നത്. എൻ്റെ അമ്മ ഞങ്ങളെ വിട്ട് പിൽഗ്രിംസിനെ ഫോളോ ചെയ്തു പോയി. എൻ്റെ അമ്മ എനിക്ക് ഒരുപാട് പാട്ട് പാടി തരാറുണ്ടായിരുന്നു. പക്ഷെ ഒരു ദിവസം അവരുടെ ശബ്ദം മൊത്തത്തിൽ അങ്ങ് പോയി. ചുരുക്കി പറഞ്ഞാൽ ഊമയായിട്ട് മാറി. അവിടുന്ന് അങ്ങോട്ട് 2 ദിവസം കഴിഞ്ഞിട്ടാണ് അവരെ കാണാണ്ടാവുന്നത്. ഇങ്ങോട്ട് വരാറുള്ള പിൽഗ്രിംസിൻ്റെ കൂടെ അവർ പോയി. ആൾക്കാർ പറയുന്നത് പിൽഗ്രിംസിനെ ഉണ്ടാക്കുന്നത് വൈറസാണ്. ഇത് പറയാൻ കാരണം വേറൊന്നുമില്ല, ഈ പിൽഗ്രിംസിൻ്റെ വസ്ത്രധാരണ തന്നെ ഭയങ്കര വ്യത്യസ്തമാണ്. അവർ മൊത്തത്തിൽ മറച്ചിട്ടാണ് നടക്കാറ്. മേ ബി അവർക്ക് വൈറസ് ബാധിച്ചുകൊണ്ടായിരിക്കാം, അത് വേറെ ആർക്കും പകരാണ്ടിരിക്കാനും ആയിരിക്കാം. ഇവിടെ അമ്മക്കും വൈറസ് ബാധിച്ചു, അവരുടെ ശബ്ദം പോകുന്നു. ഇത് തൻ്റെ മകളിലേക്കും ഭർത്താവിലേക്കും പകരാണ്ടിരിക്കാനായിരിക്കണം പിൽഗ്രിംസിൻ്റെ കൂടെ പോയിട്ടുണ്ടാവുക. അങ്ങനെ ഈ കഥകളൊക്കെ പറഞ്ഞ് വെസ്പറും അച്ഛനും വല്ലാണ്ട് വിഷമിക്കുന്നുണ്ട്. അങ്ങനെ കമീലിയ പോകുന്നു, വെസ്പറിനെ സമാധാനിപ്പിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വെസ്പർ കമീലിയക്ക് ഒരു ബുക്ക് കാണിച്ചു കൊടുക്കുന്നത്.
അതിനകത്താണെങ്കിൽ കുറേ മൃഗങ്ങളുടെ ഫോട്ടോയുണ്ട്. ഇവരുടെ ജനറേഷനൊന്നും ഇന്നേ വരെ മൃഗങ്ങൾ എന്താന്ന് കണ്ടിട്ടില്ല, നേരിട്ട് കണ്ടിട്ടില്ല. ഫോട്ടോസിൽ മാത്രമാണ് കണ്ടിട്ടുള്ളത്. എന്നാൽ സിറ്റഡലിനകത്ത് അവർ മിക്ക മൃഗങ്ങളെയും ജനറേറ്റ് ചെയ്യാറുണ്ട്. അവരുടെ ലാബ് എന്നൊക്കെ പറഞ്ഞാൽ അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒന്നാണ്. സോ അവർക്ക് കഴിയാത്തതായിട്ടൊന്നുമില്ല. ചുരുക്കി പറഞ്ഞാൽ സിറ്റഡലിനകത്ത് മൃഗങ്ങളുണ്ട്. അങ്ങനെ ഈ മൃഗങ്ങളുടെ കഥയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കമീലിയ. ഈ സമയത്ത് വെസ്പർ ചോദിക്കുകയാണ്, കമീലിയ, ഞങ്ങളെപ്പോലുള്ള ആൾക്കാരെ എന്തുകൊണ്ടാണ് സിറ്റഡലിൽ കയറ്റാത്തത്? സിറ്റഡലിൽ ലിമിറ്റഡ് റിസോഴ്സ് മാത്രമാണുള്ളത്. കൂടുതൽ ആൾക്കാർക്ക് വേണ്ടി സിറ്റഡൽ തുറന്നു കൊടുത്താൽ അത് അപകടമായിട്ട് മാറും. നിങ്ങൾ ഈ ജെക്സിനെ ഉണ്ടാക്കുന്നില്ലേ, അവരുടെ ജോലി എന്ന് പറയുന്നത് നിങ്ങളെ സേവിക്കല. ആ ജോലി ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് തന്നാലും നിങ്ങൾക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. ജഗ്സിന് എന്തായാലും ഫുഡ് കൊടുക്കണം. ആ ഫുഡ് ഞങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ ആ ജോലി ഞങ്ങൾ ചെയ്തോളാം. ജഗ് എന്ന് പറയുന്നത് ഒരു ആർട്ടിഫിഷ്യൽ മനുഷ്യനാ. സിറ്റഡൽ എന്ത് പറയുന്നോ അതവരനുസരിക്കും. അവരെപ്പോഴും ലോയലായിട്ടായിരിക്കും. പക്ഷെ ലോയൽറ്റിയുടെ കാര്യത്തിൽ മനുഷ്യരെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. അങ്ങനെ പിറ്റേ ദിവസമായി റേഡിയോ എടുക്കാനായിട്ട് ജോണസിന്റെ ഫാമിലോട്ട് പോകുന്നുണ്ട് വെസ്പറും ഡ്രോണും കൂടെ. തക്ക സമയത്ത് എന്തോ ഭാഗ്യത്തിന് ജെറ്റുകൾ വരുന്നു. പിന്നെ പറയണ്ടല്ലോ, അവിടെയുള്ള മുഴുവൻ പിള്ളേരും കൂടെ അതിൻ്റെ പിന്നാലെയാണ് പോകുന്നത്. ആ ഒരു തക്കം നോക്കി അകത്ത് സേഫ് ആണോന്ന് അറിയാൻ വേണ്ടിയിട്ട് അച്ഛൻ്റെ ഡ്രോണ് പോകുന്നു. ഡ്രോണിന് പിന്നാലെ വെസ്പറും. പക്ഷെ ആ സമയത്ത് അവള് കാണുന്നത് ജോണസിനെയാണ്. ഡ്രോണാണെങ്കിൽ അവൻ്റെ കയ്യിൽ. വെസ്പർ, നീ എന്താ ഇവിടെ? അല്ല, എൻ്റെ ഫാമീന്നേ കുറച്ച് സീഡുകൾ കാണാണ്ട് പോയിട്ടുണ്ട്. സ്കിന്നി ആയിരുന്നു അന്നത്തെ ഇൻചാർജ്. പക്ഷെ അവനോട് ചോദിച്ചപ്പോൾ അവൻക്കറിയില്ല എന്നാണ് പറയുന്നത്. അതൊക്കെ പോട്ടെ. അന്ന് നമ്മൾ കണ്ടുപിടിച്ച ഒരു ജെറ്റ് ഉണ്ടല്ലോ, അതിനകത്ത് അങ്ങേര് കൂടാണ്ട് മറ്റൊരു പാസഞ്ചർ കൂടി ഉണ്ടായിരുന്നു. അതെനിക്കും അറിയാം, നിനക്കും അറിയാം. അവരിപ്പോൾ എവിടെയുണ്ട്? ഇതൊക്കെ കേട്ടിട്ട് വെസ്പർ ആണെങ്കിൽ പേടിച്ചുറച്ചിരിക്കുന്നുണ്ട്. ജോണസ് ആണെങ്കിൽ രണ്ടും കൽപ്പിച്ചിട്ടാ. പിന്നെ അവൾ ഒന്നും നോക്കിയില്ല. ഡ്രോൺ എടുക്കുന്നു, രക്ഷപ്പെടുന്നു. പക്ഷെ പിന്നീടാണ് അവൾക്കൊരു കാര്യം കത്തുന്നത്. അവളുടെ ഡ്രോണിന് നല്ലൊരു പണി കൊടുത്തിട്ടുണ്ട് ജോണസ്. ആ ഡ്രോണ് ഇനി പറക്കാൻ കുറച്ച് പാടുപെടും. സോ ഡ്രോണ് നിലത്ത് വീഴുന്നു. അതെടുക്കാൻ വേണ്ടി ചെല്ലുമ്പോഴാണ് ഞെട്ടിക്കുന്നൊരു കാഴ്ച അവൾ അങ്ങ് കാണുന്നത്. നമ്മളുടെ സ്കിന്നിയെ കൊന്നിട്ടിരിക്കുകയാണ് ജോണസ്, അതും മൃഗീയമായിട്ട്. പറയുമ്പോൾ ജോണസിന്റെ സ്വന്തം മകനാണ് ഈ സ്കിന്നി. എന്നിട്ടാണ് ഇങ്ങനെ. എന്താലേ. അങ്ങനെ ഈ സമയത്താണ് ഒരു കൂട്ടം ജോണസിന്റെ പിള്ളേർ അങ്ങോട്ട് വരുന്നത്. വരികയെന്ന് മാത്രമല്ല, വെസ്പറിനെ ബലമായിട്ട് പിടിച്ചു വെക്കുന്നു. എന്നിട്ടൊരു പ്രത്യേക സിമ്പല് അവളുടെ കയ്യിൻ്റെ മേളിലായിട്ട് കൊടുക്കുന്നുണ്ട്. ഈ സിമ്പലിൻ്റെ അർത്ഥം വേറൊന്നുമല്ല, വെസ്പർ ജോണസിൻ്റെ പ്രോപ്പർട്ടിയാണ് എന്ന് കാണിക്കുന്ന സിമ്പലാണിത്. അത് വെക്കുന്ന സമയത്ത് ഇവൾക്കാണെങ്കിൽ ഒട്ടുക്കത്ത വേദനയുണ്ട്. അങ്ങനെ ആ സിമ്പലൊക്കെ വെച്ച് പിള്ളേർ പോകുന്നു. വെസ്പർ ആണെങ്കിൽ വീട്ടിലെത്തുന്നു. ആകെ ഭയന്ന് വിറച്ചിട്ടാണ് അവൾ വരുന്നത്. വന്നപാട് കമീലയെ കെട്ടിപ്പിടിക്കുന്നു. കാരണം അത്രയും പേടിച്ചിട്ടുണ്ട്. ഈ സമയത്താണ് വെസ്പർ കമീലയോട് അവളുടെ അച്ഛൻ മരിച്ചു എന്ന സത്യം പറയുന്നത്. പറയാന്ന് മാത്രമല്ല, അച്ഛൻ്റെ ശവം അങ്ങ് കാണിച്ചു കൊടുക്കുന്നു. ഇതാണെങ്കിൽ ഒരു കനാലിനകത്താ. അങ്ങനെ കമീലിയ ആ കനാലിനകത്തിരുന്ന് അവളുടെ അച്ഛനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു വിധത്തിലാണ് വെസ്പർ അവളെ പിടിച്ചു കയറ്റുന്നത്. അപ്പോഴാണ് വെസ്പർ ഒരു കാര്യം അങ്ങ് ശ്രദ്ധിക്കുന്നത്. കമീലിയയുടെ പെരടിയിലായിട്ട് ഒരു പാട്. അതിനടുത്തോട്ട് കൈ കൊണ്ടുപോകുമ്പോൾ ആ പാടിങ്ങനെ വലുതായി വരുന്നുണ്ട്. ഇങ്ങനെയുള്ള പാടുകൾ ഒരൊറ്റ കൂട്ടർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ, ജഗ്ഗിന്. ചുരുക്കി പറഞ്ഞാൽ കമീലിയ ഒരു ജഗ്ഗാണ്, അല്ലാണ്ട് മനുഷ്യനല്ല. സോ വെസ്പറിന് ഒന്നുറപ്പായി, ഇവൾ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നിരുന്നത് നുണയാണ്. കാരണം ഒരു ജഗ്ഗിന് ഒരിക്കലും സിറ്റഡലിലോട്ട് ബാക്കിയുള്ളവരെ കയറ്റാൻ പറ്റത്തില്ല. പക്ഷെ വെസ്പറിന് മനസ്സിലാവാത്തൊരു കാര്യമുണ്ട്. സാധാരണ ജഗ് എന്ന് പറയുന്നത് വ്യത്യസ്ത രൂപമുള്ള ഒരു ആർട്ടിഫിഷ്യൽ മനുഷ്യനാ. നമ്മളത് ഫസ്റ്റ് സീനിൽ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ കമീലിയയുടെ കേസിൽ അങ്ങനെയല്ല. ബുദ്ധിയുള്ള, കാണാൻ എക്സാക്റ്റ് മനുഷ്യരൂപം. അതാണ് കമീലിയ. ആരായാലും ഒന്ന് ഞെട്ടിപ്പോവും. അതെ, ഞാനൊരു ജഗ്ഗാ. എന്നെ ഉണ്ടാക്കിയ ആളാണ് ആ കനാലിനകത്ത് മരിച്ചു കിടക്കുന്നത്. ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ജഗ്ഗിനെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് സിറ്റഡലിൽ ഒരു ക്രൈമാണ്. സോ സിറ്റഡലിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങളുടെ ജെറ്റ് ക്രാഷ് ആയത്. ഈ മരിച്ചയാളുടെ പേരാണ് ഏലിയാസ്. അങ്ങേരാണ് എൻ്റെ ക്രിയേറ്റർ, അച്ഛൻ, എല്ലാം. ഏലിയാസ് സൗത്ത് സൈഡിലുള്ള ഒരു സിറ്റഡലുമായി ഒരു ഡീൽ വെച്ചിരുന്നു, റെഫ്യൂജി സ്റ്റാറ്റസ് കിട്ടാനായിട്ട്. എന്നാൽ മാത്രമേ ഞാൻ സേഫായിട്ട് ഇരിക്കത്തുള്ളൂ. എനിക്ക് നിങ്ങളെ ഒരിക്കലും സിറ്റഡലിലോട്ട് എത്തിക്കാൻ കഴിയില്ല. ഇതൊക്കെ കേട്ട് വെസ്പർ ആണെങ്കിൽ ദേഷ്യത്തിൽ ചളിവാരി എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവർ വീട്ടിലെത്തി. ഇത്ര നേരം കൊണ്ട് അവരുണ്ടാക്കിയെടുത്തൊരു ബോണ്ടുണ്ട്, അതൊരൊറ്റടിക്ക് അങ്ങില്ലാണ്ടായി. അതുമാത്രമല്ല, വെസ്പർ എല്ലാ കാര്യങ്ങളും അച്ഛനോട് തുറന്നു പറയുന്നു. അതിൻ്റെ ഒപ്പം അച്ഛൻ്റെ ഡ്രോൺ അങ്ങ് ശരിയാക്കുന്നുണ്ട്. വെസ്പർ ആണെങ്കിൽ ഇനി എന്താ ചെയ്യേണ്ടതെന്നറിയാണ്ട് ഒരു നിശ്ചയമില്ലാണ്ട് ഇരിക്കുന്നുണ്ട്. അവളിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് നമ്മളുടെ കമീലിയ കത്തിയെടുത്ത് സ്വയം മരിക്കാനാണ് നോക്കുന്നത്. ജഗ്ഗിൻ്റെ മേടിയുള്ള ഒരു പാടുണ്ടല്ലോ, അതിനകത്തോട്ട് കത്തി കുത്തി കയറ്റിയ ഉറപ്പായിട്ടും മരിക്കും. ആർട്ടിഫിഷ്യൽ ആണെന്നും കരുതി ഫീലിങ്സ് ഇല്ലാന്നൊന്നും വിചാരിക്കണ്ട. അങ്ങനെ കത്തി കൊണ്ട് ഒരൊറ്റ കുത്ത്. എന്തോ ഭാഗ്യത്തിന് ലക്ഷ്യം മാറിപ്പോകുന്നു. അതുകൊണ്ട് മാത്രം അവൾ രക്ഷപ്പെട്ടു. അങ്ങനെ വെസ്പർ വരുന്നു, ഒരു വിധത്തിൽ കത്തി പിടിച്ചു വാങ്ങുന്നു. കമീലിയ, നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണ് എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് വെസ്പർ. അങ്ങനെ വെസ്പർ കമീലിയോട് ചോദിച്ച് അവളുടെ സാമ്പിൾ എടുക്കുന്നു.
അതിനകത്താണെങ്കിൽ ഇഷ്ടം പോലെ DNA-കളുണ്ട്, അതും ചെടികളുടെ DNA. സാധാരണഗതിയിൽ ജഗ്ഗിൻ്റെ സാമ്പിൾ എടുത്താൽ ഇങ്ങനെയൊന്നും കാണാറില്ല. ചിലപ്പോൾ ഈ ഒരു DNA കാരണമായിരിക്കും കമീലിയ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു ജഗ്ഗായിട്ട് മാറിയത്. എന്തൊക്കെയാണേലും ഈ DNA ലോക്ക്ഡാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഇത് അൺലോക്ക് ചെയ്യണം. പക്ഷെ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് വെസ്പറിന് അറിയില്ല. ഈ സമയത്താണ് കമീലിയ വെസ്പറിന് കോൺസെൻട്രേഷൻ കിട്ടാൻ വേണ്ടി മ്യൂസിക് വായിക്കുന്നത്. എന്നാൽ വായിക്കുന്ന മ്യൂസിക് നോട്ടിൻ്റെ അവസാന ഭാഗത്തുമ്പോൾ DNA-യിൽ ഒരു വൈബ്രേഷൻ വരുന്നു. ഇത് കണ്ടേക്ക് ആ ഒരു മ്യൂസിക് പിന്നെയും വായിക്കാൻ പറയുന്നുണ്ട് കമീലിയോട്. അങ്ങനെ കമീലിയ വായിക്കുന്നു. അങ്ങനെ വൈബ്രേഷൻ കൂടി അതങ്ങ് അൺലോക്ക് ആവുന്നുണ്ട്. ഇത് കണ്ടേക്ക് വെസ്പർ അവളുടെ കയ്യിലുള്ള സിറ്റഡൽ സീഡ് എടുക്കുന്നു, എക്സ്ട്രാക്ട് ചെയ്യുന്നു. എന്നിട്ട് ആ ലിക്വിഡ് ഇതിലോട്ട് ചേർക്കുന്നു. നോക്കുമ്പോൾ 2 DNAസും കൂടെ അങ്ങ് കൂടി ചേരുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഒരു തവണ ഹാർവെസ്റ്റ് ചെയ്യാൻ മാത്രം പറ്റുന്ന സീഡിൻ്റെ കോഡിങ് അവളങ്ങ് മാറ്റി. അതായത് ഇനി അങ്ങോട്ട് ഫെർട്ടൈൽ ചെയ്യിക്കാൻ വെസ്പറിനെ കൊണ്ട് പറ്റും. അപ്പോഴാണ് കമീലിയക്ക് ഒരു കാര്യം കത്തുന്നത്. ഏലിയാസ് ഇതും വെച്ച് ട്രേഡ് ചെയ്ത് മറ്റൊരു സിറ്റഡലോട്ട് കയറാനായിരുന്നു പ്ലാൻ. അതിനാണ് അവൻ സൗത്ത് സൈഡ് സിറ്റഡൽ തിരഞ്ഞെടുത്തത്. അങ്ങനെ സൗത്തിലുള്ള സിറ്റഡലിലോട്ട് പോകാൻ റെഡി ആയിട്ടിരിക്കുകയാണ് ഇവരെല്ലാവരും. അതിൻ്റെ ഭാഗമായിട്ട് സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടി ഓൾഡ് ലാബിലോട്ട് പോവുകയാണ് വെസ്പർ. ആ ഒരു കറക്റ്റ് സമയത്താണ് വീട്ടിലോട്ട് ജോണസ് അങ്ങ് കയറി വരുന്നത്. ഇവിടെയാണെങ്കിൽ കമീലി അച്ഛനും മാത്രമേ ഉള്ളൂ. ഞാൻ ജോണസ്, ഇങ്ങേരുടെ ബ്രദറാണ്. ഇവരെക്കാൾ അടിപൊളി സ്ഥലം എൻ്റെ സ്ഥലമാണ്, നീ അങ്ങോട്ട് വാ, ലേഡീസിന് പറ്റിയ ഏരിയ അതാണ്. ഇവൻ്റെ കയ്യിലൊരു സിറ്റഡൽ ലേഡി ഉണ്ടെങ്കിൽ അത് ഇവനക്കൊരു ബെനിഫിറ്റാണ്. അങ്ങനെ ജോണസ് അച്ഛനെ കൊല്ലാൻ വേണ്ടി വരുന്നു. എന്നാൽ താൻ കൂടെ വരാമെന്നും പറഞ്ഞ് അങ്ങേരുടെ കൂടെ പോവാൻ നിൽക്കുകയാണ് കമീലിയ. ഇല്ലാന്നുണ്ടെങ്കിൽ ഉറപ്പാണ് അച്ഛൻ്റെ ജീവൻ എടുക്കും. അങ്ങനെ ഈ സമയത്താണ് കമീലിയുടെ പെരടിയിലുള്ള പാട് ജോണസ് അങ്ങ് കാണുന്നത്. പിന്നെ പറയണ്ടല്ലോ, അവനക്ക് മനസ്സിലായി ഇവളൊരു ജഗ്ഗാന്ന്. പക്ഷെ അവനാകെ ഞെട്ടിയിരിക്കുകയാണ്. കാരണം അത്രയും ഇൻ്റലിജൻ്റ് ആണിവള്. ഈ ജെക്സിന് എപ്പോഴും മാസ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. മാസ്റ്റർ എന്താണോ പറയുന്നത് അതനുസരിക്കുക, അതാണ് ഈ ജെക്സിൻ്റെ ഡ്യൂട്ടി. പക്ഷെ മാസ്റ്ററായ ഏലിയാസ് മരിച്ചു. സോ ഇപ്പോഴത്തെ മാസ്റ്റർ നമ്മളുടെ വെസ്പറാണ്. എന്നാൽ നിന്റെ മാസ്റ്റർ ഞാനായിക്കോളാമെന്നും പറഞ്ഞ് അവളെ ഭീഷണിപ്പെടുത്തുകയാണ് ജോണസ്. പക്ഷെ അവളാണെങ്കിൽ സമ്മതിക്കുന്നില്ല എന്ന് മാത്രമല്ല, അവളങ്ങ് എതിർക്കുന്നു. ഇതൊക്കെ കണ്ട് ഭ്രാന്തെടുക്കുന്നുണ്ട് ജോണസിന്. ഈ ഒരു കറക്റ്റ് സമയത്താണ് അങ്ങോട്ട് വെസ്പർ വരുന്നത്. പക്ഷെ വെസ്പറിനും കമീലിയക്കും ഒരുമിച്ച് നിന്നിട്ട് പോലും ഇവനെ എതിർക്കാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ വെസ്പറിനെ കൊല്ലാനാണെങ്കിൽ ജോണസിന് സാധിക്കുന്നുമില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ പറയണ്ടല്ലോ, അവനക്ക് ചെറിയൊരു പ്രണയമുണ്ട് അവളോട്. അത് ഏത് രീതിയിലാണെന്നും ഞാൻ പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു വിധത്തിൽ ഇവർ 2 പേരും അവനെ പിടിക്കുന്നു, കയ്യിൽ കത്തി കയറ്റുന്നു, കഴുത്തിലും കത്തി വെക്കുന്നു. പക്ഷെ കൊല്ലുന്നില്ലാട്ടാ, പകരം ഒരു ഡീല് വെക്കുന്നു. ഇവളുടെ DNA-യിൽ ഏലിയാസ് എന്ന് പറയുന്ന ആൾ സീഡ് അൺലോക്ക് ചെയ്യാനുള്ള ഒരു കോഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ഞാൻ കണ്ടുപിടിച്ചു. അതുമായിട്ട് എല്ലാ സീഡ്സും എനിക്ക് ഫെർട്ടൈൽ ചെയ്യാൻ പറ്റും. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് വേണ്ട ഭക്ഷണം ഞാൻ സെറ്റാക്കി തരാം, പകരം നീ ഞങ്ങളെ വെറുതെ വിടണം. ഇത് കേട്ടേക്ക് അങ്ങേര് തിരിച്ചു പോകുന്നു. പക്ഷെ ഇങ്ങേരാണെങ്കിൽ ഇതിൻ്റെ ഇടയിൽ വേറൊരു കളിയാണ് കളിക്കുന്നത്. അങ്ങേര് നല്ല അന്തസ്സായിട്ട് സിറ്റഡലിനെ കോൺടാക്ട് ചെയ്യുന്നു, അവരോട് കാര്യം പറയുന്നു. ഒന്നാമത് ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ജഗ്ഗിനെ ഉണ്ടാക്കാന്ന് പറഞ്ഞ ക്രൈമാ. സോ ഇവളെ തപ്പിയിട്ട് സിറ്റഡൽ എന്തായാലും ഇങ്ങോട്ട് വരും. സോ അവരുമായിട്ടൊരു ഡീൽ ഉണ്ടാക്കി നല്ലൊരു ഉഗ്രൻ ട്രേഡ് നടത്താനാണ് ജോണസിൻ്റെ ലക്ഷ്യം. അങ്ങനെ അന്ന് രാത്രി സീഡ്സിനകത്തെ DNA ഒക്കെ ചേഞ്ച് ചെയ്യുന്നുണ്ട് നമ്മളുടെ വെസ്പർ. അത് നല്ല ഗംഭീരമായിട്ട് വിജയിക്കുകയും ചെയ്യുന്നു. ഈ സമയത്താണ് വീടിന് ചുറ്റും ഒരുമാതിരി സ്കാനിങ് പോലുള്ള എന്തോ ഒരു സംഭവം വരുന്നത്. അത് കണ്ടേക്ക് അച്ഛന് മനസ്സിലായി സിറ്റഡലാണ് ഇതിന് പിന്നിലെന്ന്. അങ്ങനെ ഈ സ്കാനിങ്ങിന് പിന്നാലെ ഓറഞ്ച് കളറിലുള്ള എന്തോ ഒരു തരം ലിക്വിഡ് അകത്തോട്ട് വരുന്നു. അതിൻ്റെ മുകളിലെങ്ങാനും ശരീരം കൊണ്ടു കഴിഞ്ഞാൽ തീർന്ന്, പിന്നെ ഒരിക്കലും അനങ്ങാൻ പറ്റില്ല. ഇവരാണെങ്കിൽ ഒരു വിധത്തിൽ അതിൽ നിന്നൊക്കെ എസ്കേപ്പ് ആവുന്നുണ്ട്. പെട്ടെന്നാണ് ഈ ലിക്വിഡ് അങ്ങ് ഗ്യാസ് ആവാൻ തുടങ്ങുന്നത്. ഇത് കണ്ടേക്ക് അച്ഛനാണെങ്കിൽ മൂക്ക് പൊത്താൻ പറയുന്നു. അങ്ങേരി സിറ്റഡൽ ആർമിയിലൊക്കെ ഉണ്ടായിരുന്ന ആളല്ലേ, സോ അങ്ങേർക്കറിയാം ഇതൊക്കെ ശ്വസിച്ചാലുള്ള ഭവിഷ്യത്തുകൾ. അതുമാത്രമല്ല, അച്ഛൻ പറയാണ്, വെസ്പർ കമീലിയുമായിട്ട് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്ക്. സിറ്റഡൽ ആർമി ഏത് നിമിഷവും ഇങ്ങോട്ട് വരും. നിങ്ങൾ എത്രയും വേഗം സൗത്തിലുള്ള സിറ്റഡലിലോട്ട് പോകണം. എന്നിട്ട് ഈ സീഡ്സ് അവരുമായിട്ട് ട്രേഡ് ചെയ്ത് അകത്ത് കയറാൻ നോക്ക്. ചുരുക്കി പറഞ്ഞ ഏലിയാസിൻ്റെ പ്ലാൻ. ഇത് കേട്ടേക്ക് വെസ്പർ ആണെങ്കിൽ പോവില്ല എന്നും പറഞ്ഞ് വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അവളുടെ അച്ഛൻ ഇവിടെ ഒറ്റക്കാണ്. പക്ഷെ അച്ഛനാണെങ്കിൽ എങ്ങനെയൊക്കെയോ പറഞ്ഞ് വെസ്പറിനെ കൺവിൻസ് ചെയ്യുന്നു. അങ്ങേർക്ക് ഓൾറെഡി വയ്യ. സോ അങ്ങേരെ വെച്ച് സിറ്റഡൽ ആർമിക്ക് ഇനിയൊന്നും ചെയ്യാനില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സിറ്റഡൽ ആർമി ഇങ്ങോട്ടെത്തുന്നത്. അവർ നേരെ പോകുന്നത് നമ്മളുടെ ജോണസിൻ്റെ അടുത്തോട്ടാണ്. പോവാന്ന് മാത്രമല്ല, ജോണസിനെയും അവിടെയുള്ള കുട്ടികളെയും അങ്ങ് തീർക്കുന്നു. ഇവർക്ക് എന്ത് ജോണസ്, എന്ത് വെസ്പർ. താഴെ തട്ടിലുള്ളവരെ അങ്ങ് ഇല്ലാണ്ടാക്കുക, അത്രയുള്ളവർക്ക്. ആ ഒരു സമയത്ത് അവരുടെ ബുള്ളറ്റ് കാണിക്കുന്നുണ്ട്. സാധാരണഗതിയിൽ കണ്ടുവരാറുള്ള ഒരു ഗണ്ണല്ല അവരുടെ. അങ്ങനെ അവിടുന്ന് അവർ നേരെ പോകുന്നത് വെസ്പറിൻ്റെ വീട്ടിലോട്ടാണ്. അവിടെയാണെങ്കിൽ അച്ഛൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സിറ്റഡൽ ആർമിയുടെ മുഖം അച്ഛൻ അങ്ങ് കാണുന്നത്. നോക്കുമ്പോൾ അച്ഛൻ ഇത്രയും കാലം കണ്ടിരുന്ന ആർമിയല്ല വന്നിരിക്കുന്നത്. ഇവന്മാരുടെ രൂപം കണ്ടാൽ തന്നെ പേടിച്ചു പോവും. സിറ്റഡലിലെ ലാബ് യൂസ് ചെയ്തുണ്ടാക്കിയ പുതിയ തരം ജെക്സ് ആയിരിക്കണം ഇതെല്ലാം. എന്തൊക്കെയാണേലും ഇവന്മാർ വൻ സീനാണ്. അങ്ങനെ ഈ സമയത്താണ് അച്ഛൻ്റെ ഡ്രോണ് മേളിലോട്ട് അങ്ങ് പൊന്തി വരുന്നത്. ഇത് കണ്ടേക്ക് അവന്മാരാണെങ്കിൽ അങ്ങ് ഷൂട്ട് ചെയ്യുന്നു. ഡ്രോണാണേലോ തെറിച്ച് ടാങ്കിൻ്റെ മേളിലും കൊള്ളുന്നുണ്ട്. പിന്നെ പറയണ്ടല്ലോ, ബൂം.
സ്വന്തം ജീവൻ കൊടുത്ത് വെസ്പറിനെ സംരക്ഷിച്ചിരിക്കുകയാണ് അച്ഛൻ. ഇതൊക്കെ കണ്ടിട്ട് വെസ്പർ ആണെങ്കിൽ ഇരുന്ന് കരഞ്ഞോണ്ടിരിക്കുകയാണ്. ഒരു വിധത്തിലാണ് കമീലിയ അവളെ അവിടുന്ന് കൊണ്ടുപോകുന്നത്. എന്നാൽ ഈ സമയത്താണ് ഇവർ പ്രതീക്ഷിക്കാണ്ട് സിറ്റഡൽ ആർമിയത്തെ 2 പേര് ഇവരുടെ പിന്നാലെ വരുന്നത്. ഇവരപ്പം തന്നെ കാട്ടിലോട്ട് ഓടുന്നുണ്ട്. അവിടെയാണെങ്കിൽ റെഡ് കളറിൽ പ്രത്യേകതരം പുല്ലൊക്കെയുണ്ട്. അതിൻ്റെ മേളിലൊന്നും തുടരുത് എന്നാണ് വെസ്പർ പറയുന്നത്. ഇതുണ്ടാ പിന്നാലെ വരുന്നവർക്കറിയാം. കൂട്ടത്തിലെ ഒരുത്തൻ അറിയാണ്ട് അതിൻ്റെ മേളിലങ്ങ് തൊടുന്നുണ്ട്. അപ്പം തന്നെ ചറപറ മുള്ളുകളാണ് വെടിയുണ്ട പോലെ അങ്ങേരുടെ ദേഹത്തോട്ട് കയറുന്നത്. സോ ഒരുത്തൻ കാലി, ഇനി ഒരുത്തനും കൂടി ഉണ്ട്. അവനാണെങ്കിൽ ഇവർക്ക് വേണ്ടിയിട്ട് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അങ്ങേര് നമ്മളുടെ വെസ്പറിനെ സ്പോട്ട് ചെയ്യുന്നു. പിന്നെ പറയണ്ടല്ലോ, അവിടെ ഗംഭീര ഫൈറ്റാ. ആ ഫൈറ്റിനൊടുവിൽ അങ്ങേരുടെ ഗണ്ണ് വെസ്പർ കൈക്കലാക്കുന്നുണ്ട്. പക്ഷേ യാതൊരു കാര്യം ഉണ്ടായിരുന്നില്ല. കാരണം അത് യൂസ് ചെയ്യാൻ അറിയത്തില്ല. പിന്നെ വെസ്പർ ഒന്നും നോക്കിയില്ല. ആ ഗണ്ണ് റെഡ് കളർ പുല്ലിലോട്ട് അങ്ങ് വലിച്ചെറിയുന്നുണ്ട്. എന്നിട്ട് അപ്പം തന്നെ ഇവളും കമീലിയും അങ്ങ് നിലത്ത് കിടക്കുന്നു. കൊല്ലാൻ വന്നവൻ്റെ നെഞ്ചത്തോട്ട് മുള്ളുകൾ അങ്ങ് തറച്ച് കയറുന്നുണ്ട്. സോ തൽക്കാലത്തിന് ഇവർ സേഫായി. പക്ഷെ സിറ്റഡൽ ആർമിയുടെ സൗണ്ടാണ് ഇവർ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കേട്ടേക്ക് കമീലയാണെങ്കിൽ ഒരു തീരുമാനം എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ലോകത്തിന് ആവശ്യം കമീലി എന്ന ജഗ്ഗിനെയോ അല്ലെങ്കിൽ വെസ്പറിൻ്റെ അച്ഛനെയോ അല്ല, വെസ്പറിനെയാണ്. കാരണം അവൾക്ക് മാത്രമാണ് ഇവിടെയുള്ള ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റുള്ളൂ. സോ താൻ സിറ്റഡൽ ആർമിക്ക് പിടികൊടുക്കാം എന്നാണ് കമീലിയുടെ തീരുമാനം. ഒന്നാമത് ഈ സിറ്റഡൽ ആർമി വന്നിരിക്കുന്നത് തന്നെ കമീലിയനെ പിടിക്കാനാ. ഈ ഒരു തീരുമാനം കേട്ടേക്ക് വെസ്പർ ആണെങ്കിൽ ഒരു വിധത്തിലും സമ്മതിക്കുന്നില്ല. പിന്നെ കമീലി ഒന്നും നോക്കിയില്ല. അവളുടെ ചുണ്ടിലെ ശക്തി കൊണ്ട് വെസ്പറിനെ ബോധം കെടുത്തുന്നു, സേഫാക്കുന്നു. എന്നിട്ട് സിറ്റഡൽ ആർമിയുടെ മുന്നിൽ പോയിട്ട് അങ്ങ് കീഴടങ്ങുന്നുണ്ട്. സോ ഇനി ഈ കളിയിൽ നമ്മളുടെ വെസ്പർ മാത്രം ബാക്കി. അങ്ങനെ രാവിലെയായി. അങ്ങനെ വെസ്പറിന് ബോധം വന്നു. അവൾ ആദ്യം തന്നെ പോകുന്നത് തൻ്റെ വീടിൻ്റെ അടുത്തോട്ടാണ്. എന്നിട്ട് അച്ഛൻ്റെയും കമീലിയുടെ ഓർമ്മക്കായിട്ട് DNA ചേഞ്ച് ചെയ്ത സീഡ്സിലെ 2 എണ്ണം കുഴിച്ചിടുന്നു. ഈ സമയത്താണ് ഒരു ശബ്ദം കേൾക്കുന്നത്. നോക്കുമ്പോൾ ജോണസിൻ്റെ പിള്ളേരുടെ കൂട്ടത്തിലെ രക്ഷപ്പെട്ടു പോയ 4 പിള്ളേരാ. ഇവർക്കാണെങ്കിൽ ഇനി എങ്ങോട്ട് പോകണമെന്നറിയില്ല. എങ്ങോട്ടാണോ വെസ്പർ പോകുന്നത് അങ്ങോട്ട് തന്നെയാണ് ഇവരും. വെസ്പർ ആണെങ്കിൽ കുറച്ച് പുതിയ തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു പിൽഗ്രിമിനെ കാണുന്നത്. പണ്ട് മുതലുള്ള ആഗ്രഹമാണ് ഈ ആക്രി സാധനങ്ങളുമായിട്ട് ഇവരെങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാനായിട്ട്. സോ അവരെ ഫോളോ ചെയ്യുന്നു. അങ്ങനെ ഒരു നീണ്ട യാത്രയ്ക്ക് ശേഷം പിൽഗ്രിംസിൻ്റെ സ്പോട്ടിലെത്തി. എന്തിനാണെന്നോ ആർക്കു വേണ്ടിയിട്ടാണെന്നോ അറിയില്ല, ഇത്രയും കാലം അവർ പറക്കിക്കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ യൂസ് ചെയ്ത് വലിയൊരു ടവറാണ് അവർ കെട്ടിപ്പടുത്തിട്ടുള്ളത്. ഇത് കണ്ടേക്ക് അതിൻ്റെ മേളിലോട്ട് അങ്ങ് വലിഞ്ഞ് കയറുന്നുണ്ട് വെസ്പർ. അവിടുന്ന് കാണാനുണ്ട് അച്ഛനും കമീലയും പറഞ്ഞ സൗത്തിലെ സിറ്റഡൽ. എന്നാൽ സൗത്തിനും നോർത്തിനും അവൾ ആ സീഡ്സ് കൊടുക്കുന്നില്ല. പകരം ആ വിത്തുകൾ മൊത്തത്തിൽ അങ്ങ് വെതറുകയാണ് അവളുടെ മണ്ണിൽ. വെസ്പർ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച പുതിയ കോഡുള്ള സീഡ്സ് എന്തിനാണ് അവർക്ക് കൊടുക്കുന്നത്? അതേപോലെ എന്തിനാണ് അവരുടെ ലാബിൽ പോയിട്ട് പണിയെടുക്കുന്നത്? ഇതൊക്കെയായിരുന്നു അവളുടെ പുതിയ തീരുമാനങ്ങൾ. സോ ഭക്ഷണം ഇനി അങ്ങോട്ട് താനേ വരും. ഈ ഒരു പോയിന്റ് വെച്ചാണ് ഈ സിനിമ അങ്ങ് അവസാനിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.